നമ്മൾ അലവൻസസ് എക്സംപ്റ്റ് അപ് ടു എ സ്പെസിഫൈഡ് ലിമിറ്റ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ഫസ്റ്റ് വൺ HRA നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി സെക്കൻഡ് വൺ ആണ് എൻ്റർടൈൻമെൻറ്റ് അലവൻസ്. ഇറ്റ് ഈസ് ആൻ അലവൻസ് ഗിവൺ ബൈ എംപ്ലോയർ ടു എംപ്ലോയി. ഇറ്റ് ഈസ് ഇൻക്ലൂഡഡ് fully in assessee's income and later deducted under section 16 in case of government employees. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് എംപ്ലോയിക്ക് കൊടുക്കുന്ന ഒരു അലവൻസ് ആണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമ്മൾ ഗ്രോസ് സാലറി കാണുന്ന സമയത്ത് ആഡ് ചെയ്യും. എന്നിട്ട് ഗവൺമെൻറ് എംപ്ലോയീസിന് സെക്ഷൻ 16 ഇൻകം ടാക്സ് ആക്ടിലെ സെക്ഷൻ 16 അനുസരിച്ചിട്ട് ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഗവൺമെൻറ് എംപ്ലോയീസിന് മാത്രമേ ഡിഡക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റർടൈൻമെൻറ്റ് അലവൻസ് നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം അത് ഗ്രോസ് സാലറീൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഡിഡക്ഷൻ നമ്മൾ ലാസ്റ്റ് പഠിക്കും, അത് ആ സമയത്ത് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അപ്പം നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ്, സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസ്. തേർഡ് പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആണ് സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസ്. These allowances are given to meet expenses incurred in the performance of duties of his office. These allowances are exempt to the extent of actual amount spent by the employee. In the absence of information regarding actual amount spent, it will be assumed that full amount of allowance is spent by the employee. Special allowance for meeting official expenditure. എംപ്ലോയീൻ്റെ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ തരുന്ന അലവൻസുകളാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഈ അലവൻസിൻ്റെ പ്രത്യേകത, എത്രത്തോളം എമൗണ്ടാണോ എംപ്ലോയി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, കിട്ടിയ അലവൻസിൽ നിന്ന് എത്രത്തോളം എമൗണ്ടാണോ എംപ്ലോയി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ട് വരെ ടാക്സിൽ നിന്ന് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. ബാക്കി എമൗണ്ടിന് മാത്രം എംപ്ലോയി ടാക്സ് കൊടുത്താൽ മതി. അപ്പോൾ ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയിക്ക് എംപ്ലോയർ എന്തെങ്കിലും എമൗണ്ട് സ്പെഷ്യൽ അലവൻസായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ അലവൻസ് എത്രത്തോളം എമൗണ്ടാണോ എംപ്ലോയി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത്രത്തോളം എമൗണ്ട് വരെ എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. In the absence of information regarding actual amount spent, it will be assumed that full amount of allowance is spent by the employee. നമ്മുടെ ക്വസ്റ്റ്യനിൽ എത്ര എമൗണ്ടാണ് എംപ്ലോയി സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, കിട്ടിയ അലവൻസിൽ നിന്ന് എത്ര എമൗണ്ടാണ് എംപ്ലോയി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്യുന്നില്ല എങ്കിൽ നമ്മൾ കിട്ടിയത് മുഴുവനും സ്പെൻഡ് ചെയ്തതായിട്ട് അസ്യൂം ചെയ്യണം. The allowances coming under this category are, അതായത് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസിന് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന സ്പെഷ്യൽ അലവൻസുകൾ കുറേ ക്ലാസിഫിക്കേഷൻസ് വരുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള അലവൻസുകളാണ് ട്രാവലിംഗ് അലവൻസ്, കൺവേയൻസ് അലവൻസ്, ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് അലവൻസ്, യൂണിഫോം അലവൻസ്. First one, traveling allowance. An allowance granted to meet expenditure incurred on tour or on transfer of duty and includes any amount paid in connection with the transfer, packing and transportation of personal effects on such transfer. എംപ്ലോയറിൻ്റെ ട്രാൻസ്ഫറിൻ്റെ സമയത്ത് ട്രാൻസ്ഫർ റിലേറ്റഡ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ, അതായത് ട്രാൻസ്ഫർ ഉണ്ടാവുന്ന സമയത്ത് പാക്ക് ചെയ്യാൻ സാധനങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഒക്കെ എംപ്ലോയിക്ക് എക്സ്പെൻസുകൾ ഉണ്ടാവും. ഇങ്ങനെയുള്ള എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ട് എങ്കിൽ ആ അലവൻസിന് പറയുന്ന പേരാണ് ട്രാവലിംഗ് അലവൻസ്. ട്രാവലിംഗ് അലവൻസ്, സപ്പോസ് എംപ്ലോയിക്ക് എംപ്ലോയർ ട്രാവലിംഗ് അലവൻസ് ആയിട്ട് ഒരു 10,000 റുപ്പീസ് കൊടുത്തു. എംപ്ലോയി ആകെ ചിലവാക്കിയിട്ടുള്ളത് 7,500 റുപ്പീസാണ് ഇൻ കണക്ഷൻ വിത്ത് ഹിസ് പാക്കിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഴ്സണൽ ഇഫക്ട്സ് ഓൺ സച്ച് ട്രാൻസ്ഫർ. അപ്പോൾ ബാക്കി 10,000 കൊടുത്തിരുന്നു, പക്ഷേ എംപ്ലോയി ആകെ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 7,500 മാത്രമേ ഉള്ളൂ.
അപ്പോൾ ബാക്കി 2500 രൂപയ്ക്ക് മാത്രം എംപ്ലോയി ടാക്സ് അടച്ചാൽ മതി. ബാക്കിയുള്ള എമൗണ്ടൊക്കെ എംപ്ലോയിനോട് ആ എക്സ്പെൻസിന് വേണ്ടിയിട്ട് സ്പെൻഡ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മളിതിൽ എക്സംഷൻ കമ്പ്യൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? അതായത് എക്സ്പെൻസിന് സ്പെൻഡ് ചെയ്ത എമൗണ്ടിന് നമുക്ക് എക്സംഷൻ കിട്ടും. ബാലൻസ് എമൗണ്ട് മാത്രമേ ടാക്സ് ചെയ്യുള്ളൂ. നെക്സ്റ്റ് കൺവേയൻസ് അലവൻസ്. കൺവേയൻസ് അലവൻസിൻ്റെയും പ്രത്യേകത, എത്ര എമൗണ്ടാണോ എംപ്ലോയി കൺവേയൻസിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുള്ളത് അത്രയും എമൗണ്ട് വരെ എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടും. ബാക്കിയുള്ളതിന് മാത്രം എംപ്ലോയി ടാക്സ് കൊടുത്താൽ മതി. Any allowance granted to meet the expenditure incurred on conveyance in performance of duties of an office or employment of profit, provided that free conveyance is not provided by employer. Next വരുന്നത് daily allowance. Any allowance whether granted on tour or for the period of journey in connection with the transfer to meet ordinarily daily charges incurred by an employee on account of absence from his normal place of duty. Next, helper allowance. Any allowance granted to meet expenditure incurred on helper where such helper is engaged for the performance of duties of an office or employment of profit. Next, academic allowance. Any allowance granted for encouraging academic research and training in educational and research institutions. Next, uniform allowance. Any allowance granted to meet expenditure incurred on purchase and maintenance of uniform for wear during the performance of his duties of an office or employment of profit. ഇത്രയും അലവൻസുകൾ, അതായത് ഡെയിലി അലവൻസ്, ഹെൽപ്പർ അലവൻസ്, അക്കാദമിക് അലവൻസ്, യൂണിഫോം അലവൻസ്, ഇവയ്ക്കെല്ലാം ഒരേ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് വരുന്നത്. എത്രത്തോളം എമൗണ്ട് ആണോ എംപ്ലോയിക്ക് കിട്ടിയിട്ടുള്ളത് എന്ന് നോക്കാം. അതിൽ നിന്ന് എത്രത്തോളമാണ് ആ കറസ്പോണ്ടിങ് എക്സ്പെൻസിന് വേണ്ടിയിട്ട് എംപ്ലോയി മീറ്റ് ചെയ്തത് എന്നുള്ളത് നോക്കാം. എന്നിട്ട് ബാക്കിയുള്ള എമൗണ്ടിന് മീറ്റ് ചെയ്ത്, അതായത് കിട്ടിയ എമൗണ്ടിൻ്റെ അകത്തുനിന്ന് എംപ്ലോയിക്ക് ചിലവായ എമൗണ്ട് മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന എമൗണ്ടിന് മാത്രം എംപ്ലോയി ടാക്സ് കൊടുത്താൽ മതി. ഇനി പാർട്ട്ലി ടാക്സബിൾ അലവൻസിലെ 4th പോയിൻ്റാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻസ് ഓഫ് എംപ്ലോയീസ്. എംപ്ലോയീൻ്റെ പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എംപ്ലോയർ എന്തെങ്കിലും സ്പെഷ്യൽ അലവൻസ് തരുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ടാക്സ് ട്രീറ്റ്മെൻ്റ് ആണ് പറയാൻ പോകുന്നത്. നേരത്തെ തന്നിട്ടുള്ളത് 3ാമത്തെ പോയിന്റ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ തന്നിട്ടുള്ളതായിരുന്നു. ഇവിടെ 4ാമത്തത് പറയുന്നത് പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ എംപ്ലോയർ തരുന്ന എമൗണ്ട് ആണ്. സച്ച് അലവൻസസ് ആർ എക്സംപ്റ്റഡ് ടു ദി എക്സ്റ്റെൻറ്റ് ഓഫ് എമൗണ്ട് നോട്ടിഫൈഡ്. ഇങ്ങനെയുള്ള പേഴ്സണൽ എക്സ്പെൻസ് മീറ്റ് ചെയ്യാൻ വേണ്ടി എംപ്ലോയർ തരുന്ന എമൗണ്ടിനുള്ള എക്സംഷൻ കുറച്ച് സീലിംഗ് ലിമിറ്റ് ഉണ്ട്. ഇൻകം ടാക്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആ സീലിംഗ് ലിമിറ്റിൻ്റെ ബേസിലാണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ്. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു ₹100 per month per child for a maximum of 2 children. ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് 100 രൂപ വെച്ചിട്ട് ഒരു ചൈൽഡിന് എക്സംപ്റ്റഡ് ആണ് ഫോർ എ മാക്സിമം ഓഫ് 2 children. അങ്ങനെ 2 കുട്ടികൾക്ക് വരെ ഈ എക്സംഷൻ ആപ്ലിക്കബിൾ ആണ്. അപ്പോൾ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കിട്ടുന്നത് എത്ര കുട്ടികൾക്ക് മാത്രമേ ഉള്ളൂ? 2 കുട്ടികൾക്ക് മാത്രമേ കിട്ടൂ. മാക്സിമം ഓഫ് 2 children എന്ന് പറയുന്നുണ്ട്. ഒരു കുട്ടിക്ക് കിട്ടുന്ന മാക്സിമം എമൗണ്ട് എത്രയാണ് വരുന്നത്? 100 രൂപ. അപ്പോൾ 2 കുട്ടിയാവുന്ന സമയത്ത് 200 രൂപ. 2 കുട്ടികൾക്ക് 200 രൂപ വെച്ചിട്ട്, 2 കുട്ടികൾക്ക് 100 രൂപ വെച്ചിട്ട്, അപ്പോൾ ഒരു കുട്ടിക്ക് 100, ഒരു കുട്ടിക്ക് 100, ഇപ്പോൾ ടോട്ടൽ എമൗണ്ട് 200 രൂപ വെച്ചിട്ട് നമുക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട് ഫോർ എ മാക്സിമം ഓഫ് 2 children. അതിൻ്റെ പ്രത്യേകത 100 per month ആവുന്ന സമയത്ത് ഒരു കുട്ടിക്ക് ഒരു വർഷത്തേക്ക് 1200 രൂപയാണ് എക്സംഷൻ കിട്ടുക. 2 കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ 2 കുട്ടീൻ്റെ 100 രൂപ വെച്ചിട്ട് 2400 രൂപ വരെ എക്സംഷൻ കിട്ടും. ഇനി 3 കുട്ടിയുണ്ട്, 3 കുട്ടികൾക്കും എംപ്ലോയർ ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ആ 2 കുട്ടികളുടേത് മാത്രമേ ഉള്ളൂ എക്സംഷൻ കിട്ടുള്ളൂ. 3ാമത്തെ കുട്ടിക്ക് കിട്ടുന്ന മുഴുവൻ എമൗണ്ടും
ടാക്സ് ചെയ്യും. അതുകൊണ്ടാണ് അത് പറയുന്നത് ചിൽഡ്രൻ എഡ്യൂക്കേഷൻ അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു 100 per month per child ഫോർ എ മാക്സിമം ഓഫ് 2 children. ഇത് സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു 300 per month per child ഫോർ എ മാക്സിമം ഓഫ് 2 children. എംപ്ലോയിൻ്റെ ചിൽഡ്രൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഹോസ്റ്റൽ അലവൻസ് എംപ്ലോയർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതായത് സ്റ്റേക്ക് വേണ്ടിയിട്ടാണ് ചിൽഡ്രൻ ഹോസ്റ്റൽ അലവൻസ്, എംപ്ലോയിൻ്റെ ചിൽഡ്രൻ്റെ ഹോസ്റ്റൽ അക്കോമഡേഷന് വേണ്ടിയിട്ട് എംപ്ലോയർ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ₹300 per month per child ഫോർ എ മാക്സിമം ഓഫ് 2 children. അതും 2 കുട്ടികൾക്ക് മാത്രമേ എക്സംഷൻ ആപ്ലിക്കബിൾ ആകുള്ളൂ. ഒരു കുട്ടിക്ക് 300 രൂപ വെച്ചിട്ട് എക്സംഷൻ കിട്ടും. ഒരു കുട്ടിക്ക് 300 രൂപയാണെങ്കിൽ ഒരു വർഷം ആ കുട്ടിക്ക് കിട്ടുന്നത് 300 × 12 ഇറ്റ്സ് ഈക്വൽ ടു 36,000. ഇനി 2 കുട്ടികളുണ്ടെങ്കിൽ കിട്ടുന്ന എമൗണ്ട് 36,000 + 36,000 7,200 രൂപ വരെ നമുക്ക് എക്സംഷൻ കിട്ടും. മൂന്നാമത്തെ കുട്ടിക്ക് ഈ എക്സംഷൻ ആപ്ലിക്കബിൾ അല്ല. നെക്സ്റ്റ് ഉള്ള അലവൻസ് ഒന്ന് ശ്രദ്ധിക്കണം. ട്രാൻസ്പോർട്ട് അലവൻസ് ആണ്. ഈ ട്രാൻസ്പോർട്ട് അലവൻസ് ഇപ്പോൾ ഇതിൽ പറയുന്നുണ്ട് ഈ ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ ഇല്ല. ബ്ലൈൻഡ്, ഡെഫ്, ഡംബ്, ഓർത്തോപീഡിക്കലി handicapped with disability of lower extremes is exempted to the extent of ₹3,200 per month. ഇപ്പോൾ എക്സംഷൻ ട്രാൻസ്പോർട്ട് അലവൻസിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ബ്ലൈൻഡ്, ഡെഫ്, ഡംബ്, ഓർത്തോപീഡിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് മാത്രമേ ഉള്ളൂ. അത് 3,200 per month വെച്ചിട്ട് അവർക്ക് എക്സംഷൻ കിട്ടുന്നുണ്ട്. അല്ലാതെ മുൻപ് നിങ്ങളുടെ ഈ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് ശ്രദ്ധിക്കണേ. ഫസ്റ്റ് പാരഗ്രാഫ് ട്രാൻസ്പോർട്ട് അലവൻസിൽ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ട്രാൻസ്പോർട്ട് അലവൻസ് 1,600 per month എക്സംഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തതിന് ശേഷം ആ ഡിഡക്ഷൻ കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത്. ആ എക്സംഷൻ ഇപ്പോൾ ആപ്ലിക്കബിൾ അല്ല. അതുകൊണ്ട് നിങ്ങളത് പഠിക്കേണ്ട. ട്രാൻസ്പോർട്ട് അലവൻസ് സാധാരണ എല്ലാവർക്കും കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസും നോർമൽ എംപ്ലോയിക്ക് കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസ് ടാക്സബിൾ ആണ്. അതിന് എക്സംഷൻ ഇല്ല. അപ്പോൾ എന്ത് മനസ്സിലാക്കണം? നോർമൽ എംപ്ലോയീസിന് കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസിന് മുൻപ് എക്സംഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മുൻപ് കൊടുത്തിട്ടുള്ളതാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. എന്നാൽ ഇപ്പോൾ അതിന് എക്സംഷൻ ഇല്ല. ഇപ്പോൾ ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ ഉള്ളത് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്, ബ്ലൈൻഡ് അല്ലെങ്കിൽ ഡിസബിലിറ്റി ഉള്ള പേഴ്സൺസിന് മാത്രമേ ഉള്ളൂ. അവർക്ക് 3,200 രൂപ വെച്ചിട്ട് ട്രാൻസ്പോർട്ട് അലവൻസിന് എക്സംഷൻ കിട്ടുന്നുണ്ട്. 3,200 എന്ന് പറയുന്നത് പെർ മന്ത് ആണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് അണ്ടർഗ്രൗണ്ട് അലവൻസ്. അണ്ടർഗ്രൗണ്ട് അലവൻസ് ഈസ് എക്സംപ്റ്റ് അപ് ടു ₹800 per month. നെക്സ്റ്റ്, അലവൻസ് ഈസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് കൊടുക്കുന്ന അലവൻസുകളാണ്. തൊട്ട് മുന്നേ ഉള്ള അലവൻസ് നിങ്ങളൊന്ന് നോക്കണം. സി പറയുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനൊന്നും കൊടുക്കുന്ന അലവൻസ് അല്ല. ഏത് എംപ്ലോയീസിനും കിട്ടുന്ന ട്രാൻസ്പോർട്ട് അലവൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. പക്ഷേ ഈ പറയുന്നത് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ട്രാൻസ്പോർട്ട് അലവൻസിനെ പറ്റിയിട്ടാണ്. അത് രണ്ടിനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്, അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്? ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന, ഈ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് റെയിൽവേസ് ആവാം, എയർലൈൻസ് ആകാം, ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. എന്നാൽ സി പറയുന്നത് എവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി ആണെങ്കിലും അവർക്ക് ട്രാൻസ്പോർട്ട് അലവൻസ് ആയിട്ട് എന്തെങ്കിലും എമൗണ്ട് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് അലവൻസ് ഈസ് ഗിവൺ ടു ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് വർക്കിംഗ് ഇൻ എനി ട്രാൻസ്പോർട്ട് സിസ്റ്റം. Any fixed allowance is given by employer to the employee who is working in any transport system to meet his personal expenditure during his duty performed in course of running of such transport from one place to another, like railways or airlines, is exempt up to 70% of such allowance or ₹10,000 per month, whichever is less. അതായത് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് അവരുടെ ഡ്യൂട്ടി റിലേറ്റഡ് ആയിട്ട് ട്രാൻസ്പോർട്ട് അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ ആ കിട്ടുന്ന അലവൻസിൻ്റെ 70%,
അല്ലെങ്കിൽ ₹10,000 പെർ മന്ത്. 10,000 പെർ മന്ത് എന്ന് പറയുമ്പോൾ ഒരു വർഷം വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് 1,20,000 വരും. അതിൽ രണ്ടിലും കിട്ടിയ അലവൻസിൻ്റെ 70%, 1,20,000 ഏതാണോ ലെസ് നോക്കുക, ഏതാണോ ലീസ്റ്റ് അത്രയും എമൗണ്ട് വരെയാണ് എംപ്ലോയിക്ക് എക്സംഷൻ കിട്ടുക. Exemption will be allowed to transport employees only when they are not in receipt of daily allowance. ഈ എക്സംഷൻ ഡെയിലി അലവൻസ് റിസീവ് ചെയ്യാത്ത എംപ്ലോയീസിന് മാത്രമേ കിട്ടുള്ളൂ. ഡെയിലി അലവൻസ് റിസീവ് ചെയ്യുന്ന എംപ്ലോയീസിന് കിട്ടില്ല. നെക്സ്റ്റ് വരുന്നത് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. നമ്മൾ അലവൻസസ് എന്ന് പറയുന്നത് സാലറീൻ്റെ എലമെൻ്റ് ആയിരുന്നു. ഈ അലവൻസസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? ഫുള്ളി ടാക്സബിൾ അലവൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. രണ്ടാമത്തത് പാർട്ട്ലി ടാക്സബിൾ അലവൻസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിരുന്നു നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. മൂന്നാമത്തത് വരുന്നതാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഈ അലവൻസസിൻ്റെ ഒക്കെ പ്രത്യേകത, ഈ അലവൻസുകൾ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസസിനൊന്നും തന്നെ അസസി ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. അത് മുഴുവനായിട്ടും അവർക്ക് എക്സംപ്റ്റഡ് ആണ്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ഫോറിൻ അലവൻസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയി ബൈ ഗവൺമെൻറ് ടു എൻ ഇന്ത്യൻ സിറ്റിസൺ ഫോർ എൻറ്ററിങ് സർവീസസ് എബ്രോഡ്. ഫോറിൻ അലവൻസ് ആണ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയീസിന് കൊടുക്കുന്ന ഫോറിൻ അലവൻസ് ആരാണ് കൊടുക്കുന്നത്? ഗവൺമെൻറ്. ഗവൺമെൻറ് എംപ്ലോയീസിന് ഫോറിൻ അലവൻസ് കൊടുക്കുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? ഫോർ എൻറ്ററിങ് സർവീസ് എബ്രോഡ്. അവർ സർവീസ് ചെയ്യുന്നത് എവിടെയാണ്? എബ്രോഡിൽ, വിദേശത്ത് ഇന്ത്യക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ഇന്ത്യൻ എംപ്ലോയീസ് ഉണ്ടാവും, ഇന്ത്യൻ ഗവൺമെൻറ് എംപ്ലോയീസ്. അവർക്ക് കൊടുക്കുന്ന അലവൻസ് ആണ് ഫോറിൻ അലവൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ അംബാസഡേഴ്സ് ഒക്കെ ഇല്ലേ, അവർ ഇന്ത്യക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. അവർക്ക് ഇന്ത്യൻ ഗവൺമെൻറ് ഫോറിൻ അലവൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ അലവൻസ് ടാക്സിൽ നിന്ന് ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. അതാണ് പറയുന്നത് ഫോറിൻ അലവൻസ് പെയ്ഡ് ടു ഗവൺമെൻറ് എംപ്ലോയി. ഗവൺമെൻറ് എംപ്ലോയി ആണ്, അവർ ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആണ്. പക്ഷേ അവർ വർക്ക് ചെയ്യുന്നത് ഫോറിൻ കൺട്രീസിലാണ്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അവർ ഫോറിൻ കൺട്രിയിൽ പോയി വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് സാലറി കൊടുക്കുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ എംപ്ലോയി ആകുമ്പോൾ സാലറി കൊടുക്കുന്നതും ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെയാണ്. അതുപോലെ തന്നെ അവർ അവിടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് അവർക്ക് എന്തും കൂടി കൊടുക്കുന്നുണ്ട്? ഫോറിൻ അലവൻസ് കൊടുക്കുന്നുണ്ട്. ആ അലവൻസ് ടാക്സിൽ നിന്ന് മുഴുവനായിട്ട് എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് സംച്വറി അലവൻസ് ടു ഹൈക്കോർട്ടോ സുപ്രീം കോർട്ട് ജഡ്ജസ്. ഹൈക്കോർട്ട് ജഡ്ജസിനോ അല്ലെങ്കിൽ സുപ്രീം കോർട്ട് ജഡ്ജസിനോ കൊടുക്കുന്ന സംച്വറി അലവൻസും മുഴുവനായിട്ട് ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് വരുന്നത് അലവൻസ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഓഫ് UNO ഫ്രം ദി യുണൈറ്റഡ് നാഷൻ ഓർഗനൈസേഷൻ. UNOയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയിക്ക് UNOൻ്റെ അടുത്ത് നിന്ന് കിട്ടുന്ന അലവൻസുകൾ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. നെക്സ്റ്റ് അലവൻസ് ടു ഹൈക്കോർട്ട് ജഡ്ജസ് അണ്ടർ സെക്ഷൻ 22A സബ്സെക്ഷൻ 2 ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ആക്ട്. ഈ ആക്ട് അനുസരിച്ചിട്ട് സെക്ഷൻ 22A സബ്സെക്ഷൻ 2 ഓഫ് ഹൈക്കോർട്ട് ജഡ്ജസ് ആക്ട് അനുസരിച്ചിട്ട് ഹൈക്കോർട്ട് ജഡ്ജസിന് കൊടുക്കുന്ന അലവൻസുകൾ ടാക്സിൽ നിന്ന് എക്സംപ്റ്റഡ് ആണ്. ഇത്രയുമാണ് അലവൻസസിൻ്റെ ക്ലാസിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ഒന്ന് ബ്രീഫായിട്ട് ആലോചിക്കുക. അലവൻസിനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫുള്ളി ടാക്സബിൾ അലവൻസ്, സെക്കൻഡ് വൺ പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആൻഡ് തേർഡ് വൺ ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസ്. ഫുള്ളി ടാക്സബിൾ അലവൻസുകൾ മുഴുവനായിട്ട് കിട്ടിയ അലവൻസിനെ മുഴുവനായിട്ട് നമ്മൾ ടാക്സ് കൊടുക്കുകയാണ്. പാർട്ട്ലി ടാക്സബിൾ അലവൻസ് ആവുന്ന സമയത്ത് അതിൽ എക്സംഷൻസ് വരുന്നുണ്ട്. കിട്ടിയ അലവൻസിന് മുഴുവൻ ടാക്സ് കൊടുക്കേണ്ട, കുറച്ച് എമൗണ്ടിന് നമുക്ക് എക്സംഷൻ കിട്ടും. അതിൻ്റെ ക്ലാസിഫിക്കേഷനിലായിരുന്നു HRA, എൻ്റർടൈൻമെൻറ്റ് അലവൻസ്, സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് ഒഫീഷ്യൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസ്, സ്പെഷ്യൽ അലവൻസ് ഫോർ മീറ്റിംഗ് പേഴ്സണൽ എക്സ്പെൻഡിച്ചർ ഓഫ് എംപ്ലോയീസും വരുന്നത്. പിന്നെ നമ്മൾ പഠിക്കുന്നതാണ് ഫുള്ളി എക്സംപ്റ്റഡ് അലവൻസുകൾ. ഇതിനെ പറ്റിയിട്ടുള്ള തറോ നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം. നന്നായി പഠിക്കണം, നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം.